എല്ലാവർക്കും LSSൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LSSൻ്റെ മലയാളം എക്സാമിന് ചോദിക്കാവുന്ന 30 ചോദ്യോത്തരങ്ങളെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? ഏത് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ രചിച്ചത്? ആരാണ്? ഉദയവർമ്മൻ കോലത്തിരി. എന്തിനെ അടിസ്ഥാനമാക്കിയാണ് കൃഷ്ണഗാഥ രചിക്കപ്പെട്ടത്? എന്താണ്? ഭാഗവതം ദശമസ്കന്ധത്തിനെ അടിസ്ഥാനമാക്കിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ, ഈ വരിയിലെ തിങ്കൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ് തിങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചന്ദ്രൻ. ശരിയായ പദം ഏത്? ഇവിടെ 3 പദം തന്നിട്ടുണ്ട്. അതിലേതാണ് ശരിയായത്? ഈ ആദ്യത്തേതാണല്ലേ, അനുബന്ധം എന്നുള്ളത്. ഇങ്ങനെയാണ് എഴുതുക. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഇത് ആരുടെ വരികളാണ്? ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ശ്രീനാരായണ ഗുരു ഇത് ഏത് കൃതിയിലാണ് എഴുതിയിട്ടുള്ളത്? അനുകമ്പാ ദശകം എന്ന കൃതിയിലെ വരികളാണിത് കേട്ടോ. നിത്യചൈതന്യയതി ഏത് പേരിലാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്? ജയചന്ദ്രൻ എന്ന പേരിലാണ് നിത്യചൈതന്യയതി ആദ്യം അറിയപ്പെട്ടിരുന്നത്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? ആരാണ് ഈ വരികൾ എഴുതിയത്? വയലാറാണ്. ശരിയായ പദം ഏത്? ഇവിടെ പീഡ എന്നുള്ളത് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് ഇവിടെ 4 രീതി കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായ രീതി? ഈ ആദ്യമുള്ളതാണ് എന്ത്? പീഡ എന്നുള്ളത്. ഇങ്ങനെയാണ് എഴുതുക. ഇനി 9ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇവിടെ 3 എഴുത്തുകാരുടെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്ന് പറയാനാണ്. ആദ്യം ആരൊക്കെയാണത്? ONV കുറുപ്പ്, സുഗതകുമാരി, VM മുകുന്ദൻ. ഇതിലാർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ONVക്കാണ്. 2007 ONVക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ജേതാവ് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ONVയുടെ കൃതി അല്ലാത്തത് ഏത്? അക്ഷരം, ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, രാത്രിമഴ. ഇതിൽ ഏതാണ് ONV കുറുപ്പിൻ്റേതല്ലാത്ത കൃതി? ഏതാണ്? രാത്രിമഴയാണ് ONVയുടെ കൃതി അല്ലാത്തത്. രാത്രിമഴ ആരുടെ കൃതിയാണ്? സുഗതകുമാരിയുടെ കൃതിയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തണം. വർഷം, മാരി, വൃഷ്ടി, ദൃഷ്ടി. ഈ 4 വാക്കുകളാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? ദൃഷ്ടിയാണല്ലേ. വർഷം, മാരി, വൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് മഴയെയാണല്ലേ ഉദ്ദേശിക്കുന്നത്. മഴയുടെ അർത്ഥം വരുന്ന വാക്കുകളാണ് എന്ത്? മഴ എന്ന അർത്ഥം വരുന്ന വാക്കുകളാണ് എന്ത്? വർഷം, മാരി, വൃഷ്ടി എന്നൊക്കെ പറയുന്നത്. ഇനി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്, നോട്ടം, ശ്രദ്ധ, കാഴ്ച എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് എന്ത്? ദൃഷ്ടി എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം എന്താണ്? അന്തിനക്ഷത്രം ആരുടെ കൃതിയാണ്? അന്തിനക്ഷത്രം ആരുടെ കൃതിയാണ്? ആരാണ്? മേരി ജോൺ കൂത്താട്ടുകുളം. എത്തും പിടിയും കിട്ടിയില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നമ്മൾ അങ്ങനെ ഒരു ശൈലി, ഒരു പദം, ഒരു വാക്ക് പറയൂലേ? എത്തും പിടിയും കിട്ടിയില്ല എന്ന് പറയില്ലേ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നും മനസ്സിലായില്ല അല്ലേ? അതാണ് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വാക്ക്, മറ്റൊരു വാക്കാണ് എന്ത്? എത്തും പിടിയും കിട്ടിയില്ല എന്നുള്ളത്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് പറയാനാണ്. ഒരു 4 വസ്തുക്കളുടെ പേരാണ്. എന്താണ്? വല്ലോട്ടി, മുറം, പറ, ബക്കറ്റ്.
ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ബക്കറ്റാണല്ലേ. വല്ലോട്ടി, മുറം, പറ എന്നുള്ളതൊക്കെ എന്താണ്? കാർഷികോപകരണങ്ങളാണല്ലേ. നെല്ലും വിത്തുകളൊക്കെ അളക്കാനും എടുത്തു വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കാർഷികോപകരണങ്ങളാണ് എന്ത്? വല്ലോട്ടി, മുറം, പറ എന്നൊക്കെ പറയുന്നത്. 16ാമത്തെ ചോദ്യം എന്താണ്? മാതൃക പോലെ പൂരിപ്പിക്കുക. ഇവിടെ ഒരു പഴഞ്ചൊല്ല് തന്നിട്ടുണ്ട്. എന്ത്? വിത്തുഗുണം 10 ഗുണം. അതുപോലെ അടുത്തത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. എന്താണ്? വിത്താഴം ചെന്നാൽ. എന്നിട്ട് അവിടെ വിട്ടു പോയിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് നമ്മൾ എഴുതുക? പത്തായം നിറയും എന്നുള്ളതാണ് അതിൻ്റെ ബാക്കി ഭാഗം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യമാണല്ലേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാഴ എന്നുത്തരം വരുന്ന കടങ്കഥ ഏത്? താഴെ 3 കടങ്കഥകൾ തന്നിട്ടുണ്ട്. അതിൽ വാഴ എന്നുത്തരം വരുന്ന കടങ്കഥ ഏതാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ആദ്യത്തെ കടങ്കഥ എന്താണ്? തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ, അകത്ത് തിരിയെറുത്ത് പുറത്ത് മുട്ടയിട്ടു, ആനയെ കെട്ടാൻ ഇടമുണ്ട് ജീരകം പൊതിയാൻ ഇടമില്ല. ഈ 3 കടങ്കഥകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ വാഴ എന്ന് ഉത്തരം വരുന്നത് ഏതാണ്? ഈ ആദ്യത്തേതാണ് എന്ത്? വാഴ എന്ന് ഉത്തരം വരുന്നത് അല്ലേ. രണ്ടാമത്തത് എന്തായിരുന്നു? അകത്ത് തിരിയെറുത്ത് പുറത്ത് മുട്ടയിട്ടു. അതിൻ്റെ ഉത്തരം എന്താണ്? കുരുമുളകാണ് അല്ലേ. ആനയെ കെട്ടാൻ ഇടമുണ്ട് ജീരകം പൊതിയാൻ ഇടമില്ല. ഇതിൻ്റെ ഉത്തരം എന്താണ്? പുളിമരാണ് അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താണ്? കൂട്ടത്തിൽ പെടാത്തത്. ഇവിടെ 4 കളികളുടെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഓലപ്പന്ത് കളി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ്. ഈ 4ലും കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓലപ്പന്ത് കളിയാണ്. ഇനി 19ാമത്തെ ചോദ്യം എന്താണ്? വിണ്ണ്, അമ്പരം, ഗഗനം ഇക്കൂട്ടത്തിലേക്ക് ചേർക്കാവുന്ന മറ്റൊരു പദമേത്? ഇവിടെ താഴെ 4 പദം കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നമ്മൾ 3 വാക്ക് നേരത്തെ പറഞ്ഞൂലേ. എന്തൊക്കെയാണ്? വിണ്ണ്, അമ്പരം, ഗഗനം. ഈ വാക്കുകളിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരു പദം ഏതായിരിക്കും ഈ താഴെ തന്നിട്ടുള്ളതിൽ? എന്തൊക്കെയാണ് താഴെ തന്നിട്ടുള്ളത്? ധര, വനം, ഗാനം, വാനം. ഈ 4 വാക്കുകളാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് ചേർക്കാൻ പറ്റുന്നത്? വാനാണല്ലേ. ധര എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ്. വനം എന്ന് പറഞ്ഞാൽ കാട് അല്ലേ. ഗാനം എന്ന് പറഞ്ഞാൽ പാട്ടാണ് അല്ലേ. വാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. വിണ്ണ്, അമ്പരം, ഗഗനം, വാനം എന്നൊക്കെ പറഞ്ഞാലുള്ള ഇതിൻ്റെ അർത്ഥം എന്താണ്? ആകാശത്തിനെയാണ് അല്ലേ നമ്മൾ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി 20ാമത്തെ ചോദ്യം എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര്. നെഹ്റു ട്രോഫി വള്ളംകളിയെ ആദ്യകാലത്ത് ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. പുന്നമടക്കായൽ ഏത് ജില്ലയിലാണ്? നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ് അല്ലേ. അത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് എന്ത്? പുന്നമടക്കായൽ സ്ഥിതി ചെയ്യുന്നത്. വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏത്? എന്താണ് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം? ഏതാണ്? നദോന്നത. ഇനി 23ാമത്തെ ചോദ്യം എന്താണ്? വള്ളം കളിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പാട്ടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വള്ളംകളിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പാട്ടുകൾ ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? വഞ്ചിപ്പാട്ട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ LSSൻ്റെ മലയാളം വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റ്യന് വായിച്ചപ്പോൾ ഏകദേശം ഒന്ന് തെറ്റിപ്പോയിരുന്നു. ചെറുതായിട്ട് വായിച്ചതിലൊന്ന് തെറ്റിപ്പോയിരുന്നു. എന്താണ്? ഏതാണ് ആ ക്വസ്റ്റ്യൻ? ഒന്നും കൂടിയും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. എന്താണ്? ഗതകാലം എന്ന പദത്തിൻ്റെ അർത്ഥം. അത് ശതകാലം എന്നായിരുന്നു വായിച്ചിരുന്നത്. എന്താണ് ശരിക്കും? എന്താണ് ഗതകാലം എന്ന പദത്തിൻ്റെ അർത്ഥം? ഗതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കാലത്തിനെയാണ് നമ്മൾ ഗതകാലം എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാവരും നോട്ട് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതിലൊന്ന് ചെറുതായിട്ട് മാറിപ്പോയതാണ്. എന്താണ്? ഗതകാലം, കഴിഞ്ഞ കാലം.
താഴെ കൊടുത്തവയിൽ പഴയകാല ജലസേചനവുമായി ബന്ധപ്പെട്ട ഉപകരണം ഏത്? ഇവിടെ താഴെ 4 ഉപകരണം തന്നിട്ടുണ്ട്. അതിൽ ജലസേചനവുമായി ബന്ധപ്പെട്ട ഉപകരണം ഏതാണെന്ന് കണ്ടെത്താനാണ്. ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ള പദങ്ങൾ? ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കലപ്പ, തേക്കുകൊട്ട, ഇടങ്ങഴി, മുറം. ഏതാണ് ജലസേചനവുമായി ബന്ധപ്പെട്ട ഉപകരണം? ആ തേക്കുംകൊട്ടയാണല്ലേ. കലപ്പ എന്തിനാണ്? ആ നിലം ഉഴുതുമറിക്കാനാണ് നമ്മളെന്ത് കലപ്പ ഉപയോഗിച്ചിരുന്നത്. ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ എന്താണ്? നെല്ല് അളക്കുന്ന ഒരു അളവ് പാത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇടങ്ങഴി, നാഴി എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ ഒരു പദമാണ് എന്ത്? ഇടങ്ങഴി. അളവ് പാത്രമാണ് കേട്ടോ. ഇനി മുറ എന്തായിരുന്നു? ആ ധാന്യങ്ങൾ അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ ചേറാനും കൊഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? മുറം എന്ന് പറയുന്നത്. അപ്പോൾ തേക്കുംകൊട്ട എന്തിനായിരുന്നു? ജലസേചനത്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബീർബലിന്റെ ആദ്യത്തെ പേര്. ബീർബലിന്റെ ആദ്യത്തെ പേരെന്ത്? എന്താണ്? മഹേഷ് ദാസ് എന്നായിരുന്നു ബീർബലിന്റെ ആദ്യത്തെ പേര്. ബീർബൽ ആരാണ്? അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്തായിരുന്നു ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ആര്? ബീർബൽ അല്ലേ. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ആര്? ബീർബൽ. അദ്ദേഹം പിന്നെ ആരായിരുന്നു? അക്ബർ ചക്രവർത്തിയുടെ വിശ്വസ്ത സേവകനായിരുന്നു ആര്? ബീർബൽ. അപ്പോൾ ബീർബലിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? മഹേഷ് ദാസ്. ഇനി 27ാമത്തെ ചോദ്യം. അക്ബർ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിന്റെ പേര് എന്തായിരുന്നു? നവരത്നങ്ങൾ എന്നായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിന്റെ പേര്. ചാക്യാർ കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? മിഴാവ്. ഓമന പൈതൽ ആരുടെ കൃതിയാണ്? ഓമന പൈതൽ എന്നത് ആരുടെ കൃതിയാണ്? പാലാ നാരായണൻ നായരുടെ കൃതിയാണ് എന്ത്? ഓമന പൈതൽ. 30ാമത്തെ ചോദ്യം എന്താണ്? പറയിപ്പറ്റ പന്തിരക്കുലം ആരുടെ കൃതിയാണ്? പറയിപ്പറ്റ പന്തിരക്കുലം ആരുടെ കൃതിയാണ്? പി നരേന്ദ്രനാഥ് ആണ് പറയിപ്പറ്റ പന്തിരക്കുലം എഴുതിയിരിക്കുന്നത്. അപ്പോൾ 30 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.